ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള തന്തൂരി റൈസാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. തന്തൂരി ചിക്കൻ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലേ, പക്ഷെ നമ്മളത് വെച്ചിട്ട് ഒരു റൈസ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ ഒരു റൈസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയ സമയത്ത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ 1 കിലോയുടെ അളവിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു റൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മന്തിയുടെ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ള അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം കേട്ടോ, എങ്കിലേ നമ്മൾ റെഡിയാക്കുന്ന മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ കളറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അധികം എരിവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ തന്തൂരി ചിക്കൻ ആകുമ്പം, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. വലിയ ജീരകം ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂണോളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് തന്തൂരി മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂണാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ, അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിൽമയുടെ തൈരാണ് എടുത്തിട്ടുള്ളത്. 4 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ നമ്മൾ വരിഞ്ഞ ഭാഗത്തേക്കൊക്കെ ഉള്ളിലോട്ടൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലോട്ടാണ് കേട്ടോ മാറ്റുന്നത്. 1 മണിക്കൂറോളം ഒന്ന് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസിലോട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഒരു ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സർവ്വസുഗന്ധി എന്ന് പറയുമല്ലോ, ആ ഒരു ഇലയാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വീട്ടിലുള്ളത് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ ബേ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഏലക്ക ഒരു 7 എണ്ണം, അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു 10-12 എണ്ണം ഉണ്ട്. പട്ട ഒരു 4-5 പീസ്, അത്രയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി അതൊന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അരി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുരുമുളക് നേരത്തെ ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-15 കുരുമുളകൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് അത്രയൊക്കെ മതിയാവട്ടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഓരോ റൈസിനനുസരിച്ച് വേവിൽ മാറ്റം വരും. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി.
ഇപ്പം നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ നേരം വെച്ചാൽ കൂടുതൽ നല്ല കേട്ടോ, നന്നായിട്ടൊന്ന് മസാല പിടിക്കും. അപ്പോൾ ഞാനൊരു 1-1.25 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 6 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുന്ന രീതിയിലാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് കുറച്ച് എണ്ണയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. 5 മിനിറ്റിന് ശേഷം മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിക്കന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചോറ് വെന്തതിന് ശേഷം ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ചിക്കന് 2 ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറൊന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു എണ്ണയിലോട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറവാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ റൈസിലോട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയിട്ടുള്ളതാണ്. അതിനൊരു 1-2 ടീസ്പൂണോളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചോറിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തന്തൂരി ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സൈഡ് ഭാഗത്തായിട്ട് എല്ലാതും ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അടുപ്പിൽ നിന്നും കുറച്ച് കനലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂടാക്കി വെച്ചാലും മതി. അപ്പോൾ കനലുണ്ടായതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം പാത്രം നമ്മുടെ റൈസിൻ്റെ നടുവിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് പുക വരും. ആ ഒരു സമയത്ത് തന്നെ വേഗം തന്നെ നമ്മൾ ചോറ് ഒന്ന് മൂടി വെക്കണം. സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ അതിന് ഹോൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഹോള് ഞാനൊരു പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് നമ്മുടെ റൈസിലോട്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ സ്മോക്കി സ്മെല്ല് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പം 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആദ്യം ചിക്കനൊക്കെ ഒന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനുശേഷം റൈസ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
അങ്ങനെ നമ്മുടെ തന്തൂരി ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്